നമസ്കാരം. ജൂലൈ 23-ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ ചാനലുകളും അതുപോലെ തന്നെ പ്രാദേശിക വാർത്താ ചാനലുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല, ബഡ്ജറ്റ് 11 മണി മുതൽ പാർലമെൻറ്റിൽ ധനമന്ത്രി നടത്തുന്ന ബഡ്ജറ്റ് പ്രസംഗം അതേപടി തന്നെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുമുണ്ട്. പലപ്പോഴും രാവിലെ ഏതാണ്ട് 7 മണിക്ക് ശേഷം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനും അതിനുശേഷം ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പോസ്റ്റ് ബഡ്ജറ്റ് അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാനലുകൾ ഒരു 4-5 മണി വരെയൊക്കെ വൈകിട്ട് അവതരിപ്പിക്കാറുണ്ട്. പിന്നീട് രാത്രിയിലും ഇതേക്കുറിച്ച് ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ അവതരിപ്പിച്ച് പ്രേക്ഷകരിൽ എത്തിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആ ചർച്ചയ്ക്ക് പാനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെയും പല ചാനലുകളും വിളിക്കാറുണ്ട്. ഇത്തവണയും 3 ചാനലുകൾ ആ രീതിയിൽ പോസ്റ്റ് ബഡ്ജറ്റ് ഡിസ്കഷന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ വിളിച്ച് വരണം എന്ന് അഭ്യർത്ഥിക്കുക, അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ബഡ്ജറ്റ് അവതരണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പൊടുന്നനെ തന്നെ ബഡ്ജറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ പല ചാനലുകളിൽ നിന്നും വിളിക്കുകയും സർ ഇതുപോലെ തന്നെ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ചർച്ച വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അറിയിക്കുകയും ഒക്കെ ചെയ്യുണ്ടായി. വാസ്തവത്തിൽ വളരെ ഒരു അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമായിട്ട് ആ സമയത്ത് ഇത് തോന്നി. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 11 മണിക്ക് ബഡ്ജറ്റ് അവതരണം പോലും റിപ്പോർട്ടർ TV പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി നമ്മുടെ ഷിരൂരിൽ നടന്ന ദുരന്തത്തിൻ്റെ ആ വാർത്തയിലേക്ക് അവർ പോവുകയായിരുന്നു. എന്നാൽ മറ്റ് ചാനലുകൾ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രസംഗം കൊടുത്തു. പക്ഷേ ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ അവരും ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഷിരൂരിലെ ദുരന്തത്തിൻ്റെ റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കുകയായിരുന്നു. അതാണ് ഈ പോസ്റ്റ് ബഡ്ജറ്റ് ചർച്ച ഒഴിവാക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൈവ് ആയിട്ട് ബഡ്ജറ്റ് കൊടുക്കുന്നതിന് യൂട്യൂബിലുള്ള വ്യൂവർഷിപ്പ് പരിശോധിച്ചപ്പോൾ പല ചാനലുകളുടെ കാര്യത്തിലും അത് 1000-ന് മുകളിൽ അല്പം മുകളിലൊക്കെ ആയിട്ടാണ് വ്യൂവേഴ്സ് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ബഡ്ജറ്റ് കൊടുക്കാതെ ഷിരൂരിലെ ദുരന്തത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്ന റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സമയത്തെ വ്യൂവർഷിപ്പ് 60,000-നും 70,000-നും ഒക്കെ മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നടന്ന സംഭവം, ഈ ബഡ്ജറ്റും അതുപോലുള്ള പരിപാടികളുടെ കാര്യത്തിൽ വ്യൂവർഷിപ്പ് കുറഞ്ഞു നിൽക്കുന്നു, വലിയ തോതിൽ കുറഞ്ഞു നിൽക്കുന്നു എന്ന് കാണുകയും അതേസമയത്ത് ബഡ്ജറ്റ് പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ സംഭവം ഷിരൂരിലെ ദുരന്തം തത്സമയം കാണിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ടർ TVക്ക് വലിയ തോതിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പൊടുന്നനെ ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് ചർച്ചയെല്ലാം മറ്റ് ചാനലുകളെല്ലാം ഉപേക്ഷിച്ചത്. ഏതാനും ചില ചാനലുകൾ ബഡ്ജറ്റിന് ശേഷം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട മിക്കവാറും ചാനലുകൾ ഈ ബഡ്ജറ്റ് ചർച്ച പാടെ ഉപേക്ഷിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം, ബഡ്ജറ്റ് കൊടുത്തിരുന്ന സമയത്ത്, ലൈവായി കൊടുത്തിരുന്ന സമയത്ത് അവർക്ക് വ്യൂവർഷിപ്പ് താഴെയായിരുന്നു. അത് കൊടുക്കാതിരുന്ന ഷിരൂർ ദുരന്തം ലൈവായി കൊടുത്തുകൊണ്ടിരുന്ന ചാനലിന് വ്യൂവർഷിപ്പ് വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യമാണ് അവരെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനത്തെ പാടെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. വാസ്തവത്തിൽ നമ്മുടെ വാർത്താ ചാനലുകൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വ്യൂവർഷിപ്പ് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രേക്ഷകരിലെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പരസ്യ വരുമാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റ് പോലും ലൈവായി കാണിക്കാതെ പോവുക, അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാർത്താ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് പൊതുവെ ഒരു ജനാധിപത്യപരമായ രീതി കൂടി അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു മൈനോറിറ്റി ആളുകളാണ് ഇത് കാണുന്നത്, ബഡ്ജറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നത് എന്നുള്ളതുകൊണ്ട് ആ മൈനോറിറ്റിയെ, ജനാധിപത്യ സംവിധാനത്തിൽ പൊതുവെ മൈനോറിറ്റിയെ തള്ളിക്കളഞ്ഞുകൊണ്ട്, മൈനോറിറ്റിയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ, മൈനോറിറ്റിയുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ഒരു സർക്കാരും ഒരു ജനാധിപത്യ രീതിയും മുമ്പോട്ട് പോകാറില്ല. അത് തന്നെ ഇവിടെയും വളരെ പ്രധാനപ്പെട്ട അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ മൈനോറിറ്റി ആളുകൾക്കേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ യൂട്യൂബിൽ തങ്ങളുടെ ചാനൽ കാണാൻ 1000-ൽ താഴെ ആളുകളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക രേഖ പാർലമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഒരു ദൗർഭാഗ്യകരമായൊരു കാര്യമാണ് നമ്മൾ ആലോചിക്കണം. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതലയും ബാധ്യതയും ന്യൂസ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങൾ നോക്കുക, എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബഡ്ജറ്റും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. ആ പത്രങ്ങളെല്ലാം തന്നെ ഷിരൂരിലെ കാര്യങ്ങൾ, ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കി അല്ല അവർ കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ ന്യൂസ് ചാനലുകളൊക്കെ കടന്നു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ട്. പത്രങ്ങൾക്ക് ഇനി ആദ്യം ആയുസില്ല, പത്രങ്ങൾക്ക് നിലനിൽപ്പില്ല, പത്രങ്ങൾ ഇനി ഇല്ലാതാവും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു 90കളിലും ഒക്കെയുള്ള ന്യൂസ് ചാനലുകളുടെ കടന്നുവരവിൻ്റെ സമയത്ത്. പക്ഷേ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടും പത്രങ്ങളുടെ ഒരു പ്രാധാന്യം, പ്രിൻ്റഡ് സാധനങ്ങൾ, മെറ്റീരിയലിൻ്റെ ഒരു കാര്യം കുറഞ്ഞു വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾക്ക് വലിയ തോതിൽ ഇന്നും ആളുകൾ വില കൽപ്പിക്കുന്നു. പത്രങ്ങളുടെ സർക്കുലേഷൻ അത്ര കണ്ട് ഇടിഞ്ഞു പോകുന്നില്ല, ഇന്നും ആളുകൾ പത്രങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം വിശ്വസനീയമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി, സമഗ്രമായി ജനങ്ങളിലേക്ക്, ഏത് ചെറിയ കാര്യമാവട്ടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വാർത്താ ചാനലുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ചാനലുകൾ കാണുന്നവരുടെയും പത്രം വായിക്കുന്നവരുടെയും താല്പര്യങ്ങൾ പത്രത്തിൽ ഉണ്ടാവുകയും അത് പ്രകടിതമാവുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു കാലത്ത് ചരമ വാർത്തകൾ പത്രങ്ങളിൽ അങ്ങനെ കൈകാര്യം ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ചരമത്തിനൊരു പേജ് തന്നെയുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പത്രങ്ങൾ പരിഗണിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു കാരണം വായനക്കാരുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യവും വായനക്കാർക്ക് അതിനോടുള്ള അതിനോടുള്ള പ്രതികരണത്തിൽ നിന്നുമൊക്കെയാണ് പത്രങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്രകാരം പ്രേക്ഷകരുടെ താല്പര്യങ്ങളെ സംബന്ധിച്ചും പരിഗണിക്കേണ്ടത് ചാനലുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ബഡ്ജറ്റ് പോലുള്ള ഒരു കാര്യം ഒഴിവാക്കുകയും അതിൻ്റെ ചർച്ചകളും വിശകലനം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് പോവുകയും ചെയ്യുക എന്നുള്ളത് ഒരു ആശാസ്യമായൊരു പ്രവണതയാണോ എന്ന് അവർ സ്വയം വിലയിരുത്തണം. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നികുതി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ നികുതി മാറ്റിയിട്ടുണ്ട്, ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഈ ബഡ്ജറ്റിലുണ്ട്. അതറിയാൻ ഒരു വിഭാഗം ആളുകൾക്ക് താല്പര്യമുണ്ട്. ആ പ്രേക്ഷകരെ പാടെ അവഗണിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോയത് ശരിയാണോ? ബഡ്ജറ്റ് ഒഴിവാക്കി പോയത് അതിനെ അനുകൂലിക്കുന്നവരും അതിനെ പ്രശംസിച്ച ആളുകളും ഒക്കെ ഉണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് ബഡ്ജറ്റ് ഒഴിവാക്കി ഈ കാര്യം കാണിക്കുന്നതിൽ അവരെ വല്ലാതെ അനുമോദിച്ച പ്രതികരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഒരു ശക്തമായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ നടത്തുന്ന, താരതമ്യേന വളരെ വിദഗ്ധർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ കഴിവുകളൊക്കെ ഉള്ള ആളുകൾ നയിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്താ ചാനലുകൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തേക്കുള്ള വരവും ചെലവും സംബന്ധിച്ച കണക്കുകളും മാറ്റങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ബഡ്ജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പൊടുന്നനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതിനുശേഷമുള്ള പോസ്റ്റ് ബഡ്ജറ്റ് സെഷനുകളിൽ പല വിദഗ്ധന്മാരും വരും, നികുതി വിദഗ്ധന്മാരും അതുപോലെ തന്നെ പല എക്സ്പേർട്സും വരും. അവരതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കാനും ആളുകൾക്ക് കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് വ്യൂവർഷിപ്പ് ഇല്ലാതായിപ്പോയി, വളരെയധികം കുറഞ്ഞുപോയി, മറ്റേ ചില കാര്യങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൂടുതലായി കാണുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ബഡ്ജറ്റ് പോലൊരു ദിവസം അത് ഒഴിവാക്കിയത് ശരിയായിരുന്നോ? അതൊരു നീതികേടല്ലേ? മൈനോറിറ്റി ആയിട്ടുള്ള പ്രേക്ഷകരോട് കാണിച്ച വലിയൊരു നീതികേടല്ലേ എന്ന് ഈ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.